എല്ലാ മേഖലയിലെയും പോലെ സിനിമാ മേഖലയിലും ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിവെച്ച വർഷമായിരുന്നു 2020. കോവിഡ് പ്രതിസന്ധിക്ക് പുറമെ 2020 മലയാള സിനിമയിൽ നിന്നും വേർപിരിഞ്ഞു പോയ അതുല്യ പ്രതിഭകൾ. ശാരദാ നായർ കന്മദം, പട്ടാഭിഷേകം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മുത്തശ്ശി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ നടിയായിരുന്നു ശാരദാ നായർ. മോഹൻലാൽ, മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ കന്മദം എന്ന ചിത്രത്തിലെ ശാരദാ നായരുടെ മുത്തശ്ശി വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2020 ശാരദാ നായർ വിട പറയുന്നത്. ഷാജി തിലകൻ മലയാള സിനിമയിലെ അതുല്യ കലാകാരനായ തിലകൻ്റെ മകനാണ് ഷാജി തിലകൻ. അഭിനയത്തിന് പുറമെ അദ്ദേഹം ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. 2020 അദ്ദേഹം കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വിട പറഞ്ഞു പോയത്. അനിൽ മുരളി വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ നടനായുമെല്ലാം മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടനായിരുന്നു അനിൽ മുരളി. 2020 അദ്ദേഹം വിട പറയുന്നത്. കരൾ രോഗത്തെ തുടർന്നായിരുന്നു അദ്ദേഹം വിട പറയുന്നത്. രവി വള്ളത്തോൾ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടനടനായിരുന്നു രവി വള്ളത്തോൾ. ദൂരദർശനിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തോട്ട് കടന്നു വരുന്നത്. അഭിനയത്തിന് പുറമെ ഒരു മികച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു രവി വള്ളത്തോൾ. 2020 അദ്ദേഹം വിട പറയുന്നത്. ശശി കലിംഗ 500-ലധികം നാടകങ്ങളിലും 100-ലധികം സിനിമകളിലും നിരവധി സീരിയലുകളിലൂടെയും ശ്രദ്ധ നേടിയ നടനായിരുന്നു ശശി കലിംഗ. 2020 അദ്ദേഹത്തിൻ്റെ തീരാനഷ്ടം സംഭവിച്ചത്. കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം 2020 ഏപ്രിൽ 7 മരിക്കുന്നത്. അനിൽ നെടുമങ്ങാട് 2020 എന്ന വർഷത്തിൽ ഏറ്റവും ഒടുവിലായി മരിച്ച നടനായിരുന്നു അനിൽ നെടുമങ്ങാട്. ഏതാനും ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച അനിൽ മുരളി ചെയ്ത വേഷങ്ങളെല്ലാം ശ്രദ്ധേയമായി മാറിയിരുന്നു. അയ്യപ്പനും കോശിയിലെ കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം. തൊടുപുഴയിലെ മലങ്കര ഡാമിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ അദ്ദേഹം മുങ്ങി മരിക്കുകയായിരുന്നു. ഷാനവാസ് നാരായണിപ്പുഴ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത് 2015 പുറത്തിറങ്ങിയ കരി എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്നു ഷാനവാസ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു സൂഫിയും സുജാതയും. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ രചനയ്ക്കിടെ ഹൃദയാഘാതം മൂലമാണ് ഷാനവാസ് മരിക്കുന്നത്. 2020 അദ്ദേഹം വിട പറയുന്നത്. സച്ചി ചോക്ലേറ്റ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയാണ് അദ്ദേഹം മലയാള സിനിമാ മേഖലയിലോട്ട് കടന്നു വരുന്നത്. മലയാളത്തിൽ 15ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ അദ്ദേഹം ഹൃദയാഘാതം മൂലം ചികിത്സയിലിരിക്കെയാണ് മരിക്കുന്നത്.